ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഇത് കണ്ടാരും പേടിക്കണ്ട കേട്ടോ. ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു ട്രക്കിങ്ങിന് പോയതാണ് അഞ്ജനാദ്രി ഹിൽസിലോട്ട്. അപ്പോൾ ഹനുമാന്റെ ജന്മസ്ഥലമായിട്ടാണ് അഞ്ജനാദ്രി ഹിൽസ് ഫേമസ് ആയിട്ടുള്ളത്. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് കൂടുതലും നമുക്ക് സ്റ്റെപ്സ് ആണ് കയറാനുള്ളത്. ഓൾമോസ്റ്റ് ഒരു 570 500 ആ ഒരു റേഞ്ച് 560 റേഞ്ച് സ്റ്റെപ്സ് ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. ചിലത് ഇടുങ്ങിയ സ്റ്റെപ്സ് ആയിരിക്കും. അപ്പോൾ ട്രക്കിംഗ് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയുണ്ട്? എത്ര സ്റ്റെപ്പായി കാണും? അത്രേ ആയിട്ടുള്ളൂ. ശരിക്കും ഗോപാലസ്വാമി വെട്ടിൽ നമ്മൾ 1000 സംതിങ് കയറിയില്ലേ ഇല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാടുള്ള പോലെ ഇല്ലേ? പക്ഷെ ഗോപാലസ്വാമി വെട്ട ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചില സ്റ്റെപ്സിന് ഹൈറ്റ് കൂടുതലായിരിക്കും, ഭയങ്കര സ്റ്റീപ്പായിട്ടായിരിക്കും. അപ്പം നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ അഞ്ജനാദ്രി ഹിൽസിൻ്റെ അവിടെ ലൊക്കേഷനിൽ എത്തിയത് ഓൾമോസ്റ്റ് ഒരു വെളുപ്പിന് 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ധൃതി പിടിച്ച് അങ്ങനെ കയറി അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഭയങ്കര റെസ്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെ അവിടെ എത്തി. ഞങ്ങൾ എത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സാവകാശം സമയമെടുത്ത് മേലെ എത്തി. അപ്പം മേലെ ചെന്നപ്പോൾ 1-2 പേരൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ സൺറൈസ് കാണാനാണ് അവിടെ ഫേമസ്. ആൾക്കാരെല്ലാവരും വരുന്നത് സൺറൈസ് കാണാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഭയങ്കര ഈ നമ്മളുടെ മൂടൽ മഞ്ഞ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ചെറിയ ക്ലൗഡി അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് സൺറൈസ് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സണ്ണ് ക്ലൗഡ്സിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ബോൾഡേഴ്സ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. കാണുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റോറി നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റും. അതായത് സുഗ്രീവനും ബാലിയും തമ്മിലുള്ള യുദ്ധത്തിൽ അവരെറിഞ്ഞ സ്റ്റോൺസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു വിശ്വസിക്കുന്ന രീതിയിലൊരു സ്റ്റോറിയാണത്. അങ്ങനെ സൂര്യനെയൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് സൈഡിൽ കൂടെ ഒരാൾ പറന്നു പോകുന്നത് കണ്ടത്, നമ്മളുടെ ഹോട്ട് എയർ ബലൂൺ. അപ്പോൾ ഹംപിയിൽ പണ്ട് ഹോട്ട് എയർ ബലൂൺ ഉണ്ടായിരുന്നു എന്നും പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ വീക്കെൻഡാണ് അവർ പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവരെ വിളിച്ചൊക്കെ ചോദിച്ചു. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 25,000 എങ്ങാണ്ടാണ് പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ടൈം അധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളത് ട്രൈ ചെയ്തില്ല. പിന്നെ എനിക്ക് വേറെ പ്ലാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രാഹുലിനോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ചെയ്യേണ്ട, നമുക്ക് വേറൊരു സ്ഥലത്തുനിന്ന് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ കുറേ നേരം നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കി ഒരു കഫേയിൽ പോയി. പക്ഷെ ആ കഫേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ള തന്നെ ഒരു സ്റ്റേയിൻ്റെ കൂടെ വരുന്ന റെസ്റ്റോറൻറ്റിൽ കയറി. എങ്ങനെയുണ്ട്? എന്നോട് പറഞ്ഞ വലിയ ഗുണമില്ലെന്ന്. ഹിപ്പി ഐലൻഡ് പൊളിച്ചു മാറ്റിയെങ്കിലും ഇപ്പോഴും അവിടുത്തെ ചില സ്റ്റേ ഒക്കെ ഇൻറ്റീരിയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹിപ്പി വൈബ് കിട്ടുന്ന ഒരു തരത്തിലുള്ള ഇൻറ്റീരിയറാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് സനാപൂർ ലേക്കിലാണ്. അതായത് ഞങ്ങൾക്ക് ഓൾറെഡി കുറച്ച് ടൈം എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ അങ്ങനെ ചെറിയ എന്തെങ്കിലും കാണാൻ പോവാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സനാപൂർ ലേക്ക് പോയത്. പോകുന്ന റൂട്ട് കുറച്ച് മോശമായിരുന്നു, ഓഫ് റോഡ് ആയിരുന്നു. ഒരു കാറിന് പോകാനുള്ള സ്പേസേ ഉള്ളൂ, ഒരു കാറും ഒരു ബൈക്കും പോകാനുള്ളൊരു സ്പേസേ ഉള്ളൂ. അപ്പം മറ്റൊരു കാർ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് അത് പോയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓ, അത്രയും വെള്ളമായിരുന്നു. സ്റ്റാർട്ടിങ്ങിലുള്ള റോഡ് മാത്രമേ ഇച്ചിരി മോശം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ള റോഡൊക്കെ നല്ലതായിരുന്നു. റിസർവോയറിൻ്റെ നടുക്കൂടെയൊക്കെ വരുന്ന റോഡും 2 സൈഡിൽ ഇങ്ങനെ വെള്ളമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അടിപൊളി റൈഡായിരുന്നു അത്. പിന്നെ നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ കുറച്ച് ഗൈഡ് ഒക്കെ നിൽക്കുന്നുണ്ടാവും. അവർ നമുക്ക് കൊറാക്കിൾ റൈഡൊക്കെ വേണമെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകും. കൊറാക്കിൾ റൈഡൊക്കെ ചെയ്യുവാണെങ്കിൽ ഈവനിങ് ടൈമാണ് ബെസ്റ്റ്. ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അല്ലാത്ത ടൈമിൽ നമ്മൾ വെയിലത്ത് നിന്ന് പൊരിഞ്ഞു പോകും.
അങ്ങനെ സനാപ്പൂരിലേക്ക് ഒരു റൗണ്ട് ഞങ്ങൾ കറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഇത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഈ നമ്മളുടെ ആ ലെഫ്റ്റ് സൈഡിൽ ആ എന്താണ് ഒരു ഹൈറ്റിലൊരു മതിലുണ്ട്. ആ മതിലിൻ്റെ അത്രയും ഹൈറ്റിൽ തന്നെ വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നതല്ലല്ലോ. തിരിച്ച് ആ റോഡിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമുക്കത് കാണാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾ തുംഗഭദ്ര കാണാനാണ് പോയത്. ശരിക്കും തുംഗഭദ്ര ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. കാരണം കടൽ പോലെ ഇങ്ങനെ കിടക്കുവാണ്. അതിൻ്റെ ഒരു അറ്റം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാനേ പറ്റുന്നില്ല. നമ്മുടെ കണ്ണെത്താ ദൂരത്ത് പോലെ അങ്ങനെ കിടക്കുന്നൊരു എന്താണ് തുംഗഭദ്ര. ആദ്യം ഞങ്ങൾ പോയത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ടാണ്. പിന്നെയാണ് മാപ്പ് ഞങ്ങളെ കറക്റ്റ് ലൊക്കേഷനിലോട്ട് എത്തിച്ചത്. തുംഗഭദ്ര റിവറാ അത് ചുമ്മാ എഴുതിയിരിക്കുന്നത്. ലേക്ക് പോലെ യൂസ് ചെയ്യാന്നായിരിക്കും. ഇതെന്തായാലും തുംഗഭദ്ര ഡാമാണ്. ഡാം ആൻഡ് റിവർ. ആ റെസ്ട്രിക്റ്റഡ് ഏരിയ. മറ്റേ കടൽ പോലെ കിടക്കുക കേട്ടോ. കാണുന്നില്ല അതിൻ്റെ അപ്പുറത്തേറ്റൊന്നും. അല്ല എനിക്കാനാ ഇവിടെ തുംഗഭദ്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചെക്കിൻ ടൈം ആയി. അപ്പം ഞങ്ങൾ പുതിയ സ്റ്റേയിലോട്ടാണ് ഇന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ രണ്ട് സൈഡും ഫുള്ള് നെൽക്കതിർ പാടമായിട്ട് നിൽക്കുവാണ്. പാടവും പിന്നെ ഈ കുഞ്ഞി മലനിരകളും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. മനസ്സിൽ പച്ചപ്പനന്തത്തെയും പാടി നടക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് അടിപതറി വീഴാൻ പോയെങ്കിലും കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേയിൻ്റെ വീഡിയോ ഒരു അടിപൊളി സ്റ്റേ ആണ്. അത് ഞാൻ അടുത്തിടുന്നുണ്ട്. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.